welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായോ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇഞ്ചിപ്പുളിയാണ്. അതും സാധാരണ ഉണ്ടാക്കുന്ന ഇഞ്ചിപ്പുളിയല്ല. ഇഞ്ചിപ്പുളി നമ്മൾ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഡേറ്റ്സ് ഇഞ്ചിപ്പുളിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഡേറ്റ്സ് ഇഞ്ചിപ്പുളി ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നോക്കാം. ഇഞ്ചിപ്പുളി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ, ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വരുന്ന മാതിരി വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 1 ടീസ്പൂണോ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നാൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തോളൂ. എൻ്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ട് ആഡ് ചെയ്യുന്നില്ല. ഇതിലേക്ക് ഞാനൊരു വറ്റൽമുളക് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്, ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് വരുന്ന മാതിരി ഇഞ്ചി കുഞ്ഞു കുഞ്ഞായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് 1 മിനിറ്റ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഒരു പച്ചമണം പോകാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഏകദേശം 1 മിനിറ്റ് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇത് നമുക്ക് ഫ്രൈ ആയിട്ടില്ല, നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നവരെ ഫ്രൈ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 വലിയ പച്ചമുളക് കുഞ്ഞു കുഞ്ഞായി ചോപ്പ് ചെയ്ത് വെച്ചതാണ്, അതും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇഞ്ചി ഒന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വരണവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വലിയ ഗ്യാസിലാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ട് ഇഞ്ചി ഫ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി വെച്ച് കഴിഞ്ഞാൽ ഇത് കരിയും. നമുക്ക് ഇതിലേക്ക് ഡേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ഡേറ്റ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതാക്കി ചോപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു 5-6 ഡേറ്റ്സ് കട്ട് ചെയ്ത് വെച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് ചൂടാക്കി എടുക്കാം. ഇതാണ് ആ മധുരം തരുന്നത്. അപ്പം എൻ്റെ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കൈകൊണ്ടൊന്ന് പിച്ചിയിട്ടതേ ഉള്ളൂ, കട്ട് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഡേറ്റ്സ് ഇട്ടിട്ട്. ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 കപ്പ് പുളിവെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി നല്ല തിക്ക് പേസ്റ്റായിട്ട് വരും. അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പുളിയുടെ അളവ് ഞാൻ പറഞ്ഞില്ല. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്ത് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞ് എടുത്തത്. ഏകദേശം ഒരു 2 കപ്പ് വെള്ളത്തിൽ ഞാൻ പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്തത്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. തിളച്ച് നല്ലോണം വറ്റി നല്ല തിക്കായിട്ട് വരുന്ന സമയത്ത് നമുക്ക് വാങ്ങാം. അപ്പം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട്. തിളച്ച് കണ്ടോ, ഈ ഒരു പാകമാകുമ്പോൾ ഓഫ് ചെയ്യാണ് നല്ലത്. ഇനി ഞാൻ സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം എൻ്റെ ടെക്സ്ചർ എങ്ങനെയാണെന്നുള്ളതൊക്കെ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് സെർവ് ചെയ്തു. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇഞ്ചിപ്പുളിയാണ്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.